ലൈവില്? ആരെയും കാണുന്നില്ലല്ലോ. ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഒരാൾ വന്നിട്ടുണ്ട്, 2 പേര് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ലൈവിൽ വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഇന്നലെ ഞാൻ ഇന്നലെയല്ല മെനഞ്ഞാന്ന് ഞാനൊരു ലൈവിൽ വന്നിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ ദ്രോഹിച്ചവരുടെ കാര്യം, നമ്മുടെ ഇതിലുള്ളവർ തന്നെയാണ് നമ്മളെ ദ്രോഹിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളോട് ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അങ്ങനെ വന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പം നമ്മുടെ ശത്രുവിൻ്റെ കൂടെയാണ് ചിലർ നിൽക്കുന്നത്. മനസ്സിലായി? ഞാൻ പറഞ്ഞായിരുന്നു, നമ്മളെ ദ്രോഹിച്ചതെന്ന് പറയുന്ന നമ്മുടെ ശത്രുക്കൾ തന്നെയാണ് നമ്മളെ ദ്രോഹിച്ചിട്ടുള്ളത്, നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് നമ്മളെ ദ്രോഹിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഇത് എല്ലാവരെയും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ല. എല്ലാവരെയും ഞാൻ പറഞ്ഞിട്ടില്ല ഇന്ന ആൾക്കാരാണ് നമ്മളെ ദ്രോഹിച്ചത്, അല്ലെങ്കിൽ എല്ലാവരെയും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മളെ ദ്രോഹിച്ച കുറച്ച് ശത്രുക്കളെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള എൻ്റെ അച്ഛനെ ചതിച്ചുകൊണ്ട് വസ്തു വാങ്ങിച്ച് ഞങ്ങളെ ദ്രോഹിച്ച 2 പേരുടെ കാര്യം, അവരുടെ കാര്യമാണ് ഞാൻ മെയിനായിട്ടും പറഞ്ഞത്. അവരുടെ കാര്യവും അത് നമ്മുടെ ഹിന്ദുവിലുള്ളവരായിരുന്നു. അവരുടെ കാര്യവും അതുപോലെ തന്നെ എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് പോയിട്ട് ചതിച്ച അവരെ വീട്ടുകാരുടെയും കാര്യവും, പിന്നെ ഞങ്ങളെ പറ്റി ഇങ്ങനെ ഓരോന്നില്ലാത്ത പറഞ്ഞ കുറച്ച് പേരുടെ കാര്യം, അങ്ങനെ കുറച്ച് പേരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ മെനഞ്ഞാന്ന് വന്ന് ലൈവിൽ വന്നിട്ട് ഈ കാര്യം ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞ് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാനിത് പോസ്റ്റ് ചെയ്തപ്പോഴേക്കും എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ശത്രുക്കളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ തന്നെയുള്ള നമ്മുടെ ഈ പറഞ്ഞ എൻ്റെ ഈ സ്ഥലം പരവൂർ എന്ന് പറഞ്ഞ ആ നാട്ടിലുള്ള അവിടെയുള്ള ആരൊക്കെയോ ചേർന്നിട്ട് ഞാനിത് പറഞ്ഞതുകൊണ്ട് ഞങ്ങളെ ഇത്രയും തകർത്തവരാണ്, ഇത്രയും ദ്രോഹം ഞങ്ങൾക്ക് ചെയ്തവരാണ്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണ് ഞങ്ങൾക്ക് ദ്രോഹം ചെയ്തിട്ടുള്ളൂ, പുറത്തുള്ള വേറെ ഒരു മതത്തിലുള്ളവരാരും ഞങ്ങൾക്ക് ദ്രോഹം ചെയ്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ആ ശത്രുക്കളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുറെ ആൾക്കാർ അങ്ങനെ ഇപ്പൊ എന്താ വെച്ചാല് അവർക്ക് അവിടെ ഒരു ലോട്ടറി ഒക്കെ എടുത്തു കൊടുത്തിട്ട് ലോട്ടറി ബിസിനസ്സിന് അവർക്ക് അവിടെ ഒരു കടയൊക്കെ എടുത്ത് അവരെ അവിടെ ഇരുത്തിയിരിക്കുകയാണ് ഇപ്പൊ. കാരണം ഞങ്ങളെ ശത്രുക്കളെ, മനസ്സിലായോ? ഇതിപ്പോ ഞാനൊരു പാർട്ടീനെ ഇതാക്കിയോ അല്ലെങ്കിൽ ഇതാക്കിയോ ഒന്നും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ഇപ്പം പാർട്ടിയുടെ കാര്യമൊക്കെയും ഈ സർക്കാരിന്റെ ഭരണമൊക്കെ ഇപ്പൊ എല്ലാവരും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതൊന്നും ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞങ്ങളെ ഇത്രയും ദ്രോഹിച്ച് ഇത്രയും ഞങ്ങളോട് ക്രൂരത കാണിച്ചവരെയാണ് ഇപ്പൊ അവര് സപ്പോർട്ട് ചെയ്തിട്ട് അവരിപ്പൊ കൊണ്ട് അവിടെ ഇരുത്തിയിരിക്കുന്നത്. അവര് നീളെ അവിടെ ഇരുന്ന് അവര് ആ കച്ചവടമൊന്നും നടത്താനൊന്നും പോണില്ല. മനസ്സിലായോ? അത് കോമൺ സെൻസ് ഉള്ളവർക്ക് ഇപ്പൊ അവര് ചെയ്താലും എനിക്കൊന്നും ഇല്ല. അവര് അങ്ങനെ എന്താ പറയാ, അവരങ്ങനെ ബിസിനസ് ചെയ്യുന്നതിൽ എനിക്ക് അതിലൊരിതുമില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടല്ല. പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യം വെച്ചാൽ നമ്മൾ ഇത്രയും ദ്രോഹം ചെയ്തവരെ കാര്യം പറഞ്ഞപ്പോ അവരെ പോലും ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരു ഇത് ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പൊ അങ്ങനെയുള്ള നെഗറ്റീവ് പീപ്പിൾസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നല്ലവരുടെ കൂടെ അല്ല, ഒരിക്കലും നല്ലവരുടെ കൂടെയോ നേർവഴിക്ക് സഞ്ചരിക്കുന്നവരോടെയോ നന്മയുടെ കൂടെയോ നിൽക്കാനല്ല ഇങ്ങനെയുള്ള ജനങ്ങള് തയ്യാറാവുന്നത് എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് നിങ്ങൾ ഇപ്പൊ കണ്ട സംഭവം എന്ന് പറയുന്നത്. ലോട്ടറി കച്ചവടം വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ച് ലോട്ടറി എടുത്തു വെച്ചിട്ട് എനിക്ക് ഇവിടെ ലോട്ടറി ബിസിനസ് എനിക്ക് നടത്താവുന്നതേ ഉള്ളൂ. എനിക്ക് അതിന് ഒരു മടിയില്ല. എനിക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. മനസ്സിലായി? പക്ഷെ ഞാനിത് പറഞ്ഞതുകൊണ്ട് ഇതിനെ വന്നിട്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുറെ ആൾക്കാരും, മനസ്സിലായോ? എനിക്ക് വെച്ചാൽ എല്ലാം എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ, നല്ലവരായിട്ടുള്ളവർ ദ്രോഹിക്കുന്നവരുടെ കൂടെയാണ് ഈ പറയുന്ന മിക്കവരും നിൽക്കുന്നത്. അതേസമയം എന്താ പറയാ, നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ ദ്രോഹിക്കാതെ അതായത് മീൻസ് നമ്മൾ നേർവഴിക്ക് സഞ്ചരിക്കുന്നവരുടെ കൂടെ ആരുമില്ല. അല്ലാതെ ഇങ്ങനെ നമുക്ക് ദ്രോഹങ്ങൾ ചെയ്തിട്ടുള്ള ഇങ്ങനെ ഇത്രയും ക്രൂവൽറ്റി ആയിട്ടുള്ള ക്രൂഡ് മൈൻഡ് ഉള്ളവരുടെ കൂടെ നിൽക്കാനാണ് ആൾക്കാർക്ക് ഉത്സാഹം എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ളവരെയാണ് ഈ പറയുന്ന എന്താ പറയാ ആരായാലും ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ തന്നെ ഇപ്പൊ ജോബിന് വേണ്ടിയിട്ട് ഒരിടത്ത് ഞാൻ എൻ്റെ ഈ പറഞ്ഞ പോലെ എൻ്റെ ജോബിന് വേണ്ടിയിട്ട് ഒരു ഏജൻസി, ഇപ്പൊ അങ്ങനെയാണ്, ഏജൻസി ബേസ്ഡ് മാത്രമേ നമുക്ക് ജോബ് കിട്ടുകയുള്ളൂ, അങ്ങനെയാണ് ഇപ്പൊ പറയുന്നത്. അങ്ങനെ ഞാൻ ഓരോ ഏജൻസികളിൽ പോയി എൻ്റെ എത്ര പൈസയാണെന്ന് അറിയാമോ എനിക്ക് നഷ്ടപ്പെട്ടത്?
കാരണം ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏജൻസിയിൽ പോയി കഴിഞ്ഞാൽ ഇവർ നമുക്ക് ജോലി തരാമെന്ന് പറയും, നമ്മളെ ഇന്റർവ്യൂവിന് വിടും, നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും, പക്ഷെ ഇവര് ജോലി തരത്തില്ല. മനസ്സിലായി? ഇവര് നമുക്ക് ജോബ് തരില്ല. നമുക്ക് എന്നിട്ട് നമുക്ക് ഏജ് ഇത്രയായി പോയി, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ മാരീഡ് ആണ്, നിങ്ങൾക്ക് വരാൻ കഴിയോ, 2 വീലർ ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് എന്താണ് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇവര് നമുക്ക് ജോലി തരത്തില്ല. മനസ്സിലായി? അങ്ങനെ എത്ര ഏജൻസികളിൽ കൊടുത്തിട്ടാണെന്നറിയാമോ എന്റെ ക്യാഷ് പോയിട്ടുള്ളത്. ഇപ്പം ഞാൻ കുറെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോ എന്താണ് ഉണ്ടായത്? ഞാൻ ഇങ്ങനെ കുറെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോ നമ്മുടെ ശത്രുക്കളെ അവർ കണ്ടുപിടിച്ചിട്ട് ഈ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ ആൾക്കാര് അവരെ എന്താ പറയാ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇത് ശരിയായിട്ടുള്ള കാര്യമാണോ? ഇതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. അതായത് ഒരാള് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇന്ന സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ ശത്രുവിനെ പോയി അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് എത്ര വികൃതമാണ്. അവരുടെ തെറ്റ് അവര് മനസ്സിലാക്കിയല്ല അവിടെ ചെയ്യുന്നത്, അവരവരുടെ തെറ്റ് അവിടെ മനസ്സിലാക്കിയല്ല ചെയ്യുന്നത്, മറിച്ചിട്ട് ഈ സത്യങ്ങൾ തുറന്നു പറഞ്ഞ എന്നെ എന്റെ ഫാമിലിയെ ദ്രോഹിക്കാനാണ് അവരവിടെ ശ്രമിക്കുന്നത്. മനസ്സിലായോ? അപ്പം അവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ അവർ തിരിച്ചറിയുന്നില്ല, മറിച്ചിട്ട് എന്താണ് അവർ ചെയ്യുന്നത്? നമ്മുടെ ശത്രുവിനെ പോയി അവർ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ഞാനിതൊന്നും തുറന്നു പറയില്ലായിരുന്നു, എനിക്കിതൊന്നും തുറന്നു പറയേണ്ട യാതൊരു ആവശ്യം എനിക്കില്ലായിരുന്നു. പക്ഷെ ഞാനിത് തുറന്നു പറയാതിരുന്നു കഴിഞ്ഞാൽ അത് എന്റെ ആത്മാഭിമാനത്തെ തന്നെ ഞാൻ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമാകും. അതുകൊണ്ടാണ് ഞാൻ ഈ സമൂഹത്തിൽ നടന്ന ഓരോ കാര്യങ്ങളെ എണ്ണി എനിക്കുണ്ടായ ഓരോ അനുഭവങ്ങളെ എണ്ണി ഞാൻ തുറന്നു പറഞ്ഞത്. മനസ്സിലായോ? അപ്പം ഇതെല്ലാം തുറന്നു പറഞ്ഞതുകൊണ്ടും ഇത് ഞാൻ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നടക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ടും ഇങ്ങനെ ഓരോരുത്തരും പല രീതിയിൽ ഓരോ വിഷമതകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടും അതിന്റെ പേരിൽ എന്താണ് ചെയ്തത്? അവര് എന്റെ ശത്രുക്കളുടെ കൂടെ ചെന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവർ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് അവര് ചെയ്യുന്ന അത്രയും ക്രൂവൽറ്റി ആണ്. മനസ്സിലായി? അത്രയും ക്രൂവൽ മൈൻഡ് ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞത്, അവരുടെ അനുഭവം അവരിങ്ങനെ ഓരോരോ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയത് കൊണ്ടാണ് ഇങ്ങനെ വന്ന് പറഞ്ഞത്, നമ്മുടെ ഭാഗത്തും അതിൽ തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ തെറ്റ് തിരുത്താനല്ല അവരവിടെ ചെയ്തത്. മറിച്ച് അവരെന്താ ചെയ്തേ? ഞങ്ങളോട് പ്രതികാരം ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. മനസ്സിലായോ? ഞങ്ങളോട് പ്രതികാരം ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. അത് ശരിയായിട്ടുള്ള കാര്യമാണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന്? പക്ഷെ മുകളിൽ ഒരാൾ ഇരിപ്പുണ്ട്, ദൈവം എന്ന് പറഞ്ഞിട്ട് മുകളിൽ ഒരാൾ ഇരിപ്പുണ്ട്. അദ്ദേഹം എന്നായാലും ഇതിനുള്ള ഒരു തിരിച്ചടി അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും. ഈ പാവങ്ങളെ ഉണ്ടല്ലോ, ഈ നിഷ്കളങ്കരായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യരെ, സാധാരണക്കാരെ ഇങ്ങനെ എന്താ പറയാ എന്തെങ്കിലും അവരെ ദ്രോഹിച്ചിട്ട് അവര് ഉള്ള സത്യം വിളിച്ച് പറയുമ്പോൾ അവരുടെ ശത്രുക്കളുടെ കൂടെ ചേർന്നിട്ട് അവരെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് ദ്രോഹിക്കുന്ന, ഇങ്ങനെ ഹൃദയത്തെ കുത്തി വേദനിപ്പിക്കുന്ന ഇങ്ങനെയുള്ള സാഡിസ്റ്റുകൾക്കുണ്ടല്ലോ, അവർക്ക് തീർച്ചയായിട്ടും ദൈവം എന്തായാലും അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യും. ദൈവം എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കും. അത് കൊടുക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ട്, ദേവിമാരുണ്ട്, ഭഗവാനുണ്ട്, ദൈവമുണ്ട്, ഈശോ ഉണ്ട്, ദൈവങ്ങളുണ്ട്, സകല ദൈവങ്ങളുണ്ട്. നാരായണനായാലും ശിവനായാലും ദേവിയായാലും എല്ലാ ദൈവങ്ങളും ഉണ്ട്. അത്രയും സർവശക്തിയുള്ള ദൈവങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ പാവങ്ങളെ ദ്രോഹിക്കുന്നതിന് ഉള്ള തിരിച്ചടി തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മനുഷ്യർക്ക് കൊടുക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോരോ സംഭവങ്ങൾ. മനസ്സിലായോ? ഓരോരോ ആക്സിഡന്റുകളായാലും ഓരോരോ സംഭവങ്ങളായാലും ഇതെല്ലാം എന്തുകൊണ്ടാണ് നടക്കുന്നത്? ഈ മനുഷ്യരുടെ ഉള്ളിലുള്ള ഈ ക്രൂവൽറ്റി, ഈ എന്താ പറയാ ഈ ക്രൂരത, ഈ പാവങ്ങളെ നിഷ്കളങ്കരായിട്ടുള്ളവരെ ദ്രോഹിക്കുന്ന, ഒരു തെറ്റും ചെയ്യാത്തവരെ ദ്രോഹിക്കുന്ന ഈ ക്രൂവൽറ്റി കൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോരോ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. മനസ്സിലായി? അപ്പം ഞാൻ സത്യം മാത്രമേ തുറന്നു പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ആരോടും എനിക്ക് മറച്ചു വെക്കേണ്ട കാര്യമല്ല. ഇതൊന്നും എനിക്ക് മറച്ചു വെക്കേണ്ട കാര്യമല്ല. ഇപ്പം പണ്ട് നമ്മുടെ ഇങ്ങനെയുള്ള സിസ്റ്റംസ് ഒന്നും ഇല്ലായിരുന്നു. ഒരു ജോബിന് വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ ഒരു ഏജൻസിയിൽ കൊടുത്ത് ആ ഏജൻസി പൈസ മേടിച്ച് ഏജൻസി വഴി നമ്മളെ വിട്ടിട്ട് നമുക്ക് അഥവാ ഏജൻസി വഴിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ജോബ് വാങ്ങി തരണം. ഇത് ജോബ് വാങ്ങിപ്പോലും അവർ തരത്തില്ല.
അവർ എത്ര പൈസയാണെന്ന് അറിയാമോ എന്റെ കയ്യിൽ നിന്ന് പോയത്. അവർക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് പല പല ഇതാണ്. കല്യാണം കഴിച്ചവരെ അവർ എടുക്കില്ല. മിക്കയിടത്തും 23 വയസ്സിന് താഴെയുള്ളവരെ മാത്രമേ അവർ എടുക്കുള്ളൂ. അപ്പൊ ഈ ഏജൻസിയിൽ നമ്മൾ ചെന്നിട്ട് നിങ്ങൾ ജോലി വാങ്ങി തന്നില്ലല്ലോ, പൈസ തിരിച്ചു തരാൻ പറയുമ്പോൾ അവർ തിരിച്ചു തരത്തില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായി. അപ്പം ഓരോരുത്തർ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്താണ് അവർ ജീവിക്കുന്നത്. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് മാത്രമേ ഈ കാലത്ത് നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചില പെൺകുട്ടികൾ റീൽസ് ചെയ്യുന്നു എന്ന് പറയുന്നത് മാന്യമായിട്ടുള്ള ഡ്രസ്സ് ചെയ്ത് റീൽസ് ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ വഴിയില്ല, അവർക്ക് ജോലി കിട്ടുന്നില്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം, ഈ സർക്കാർ വന്നതിന് ശേഷം ഇവിടെ ഒരു ലിസ്റ്റിൽ പേര് വന്നിട്ട് പോലും ഒരു സ്ത്രീകൾക്കും ജോലി ഇല്ലാതെ അവര് അവര് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കിടന്ന് ഓരോ പ്രകടനം കാഴ്ചവെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അവർ സമരം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ള കാഴ്ചകളാണ്. അതുപോലെ തന്നെ ആശാ വർക്കേഴ്സ്മാരുടെയൊക്കെ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പം ഇവര് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവർക്ക് എതിരെ നമ്മള് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ട് നമ്മൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ നമ്മൾ തുറന്നു പറയുമ്പോൾ ഇവര് നമ്മളെ മാക്സിമം നമ്മളെ മാനസികമായിട്ട് ഇവര് നമ്മളെ എങ്ങനെ ദ്രോഹിക്കാം, എങ്ങനെ നമ്മളെ ചവിട്ടി താഴ്ത്താം, എങ്ങനെ നമ്മളെ ദ്രോഹിക്കാം എന്ന് മാത്രം അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കുന്നില്ല. അവര് ചെയ്യുന്ന തെറ്റ് എന്താണെന്നും അവര് ജനങ്ങളോട് കാണിക്കുന്നത് എന്താണെന്നും ഈ അധികാരത്തിൽ ഇരിക്കുന്നവർ മനസ്സിലാക്കുന്നില്ല. മറിച്ചിട്ട് ഇവരെന്താണ് ചെയ്യുന്നത്? നമ്മുടെ ശത്രുക്കളെ അവർ ഹെൽപ്പ് ചെയ്യും. നമ്മളിത് പറയുമ്പോൾ നമ്മളെ അവർ ഹെൽപ്പ് ചെയ്യത്തൂല, എന്നിട്ട് അവർക്ക് ഇതായിട്ടുള്ള അനുയായികളെ അവർ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ദൈവത്തിന് നിരക്കാത്ത കാര്യമാണ്. ഇതെന്ന് പറയുന്ന ക്രൂവൽറ്റി ആണ്. ഇത് സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള മനുഷ്യരോട് ചെയ്യുന്ന, പാവപ്പെട്ടവരോട് ചെയ്യുന്ന ക്രൂവൽറ്റി ആണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ലോട്ടറി കച്ചവടം എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് ഉപജീവന മാർഗം നടക്കുന്നുണ്ട്. കാരണം ഇപ്പം എന്താ പറയാ, വേറെ ജോലിയൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഈ സർക്കാരിന്റെ തന്നെ ലോട്ടറി എടുത്തിട്ട് അവർ വിൽക്കുകയാണ് ചെയ്യുന്നത് ചിലര്. അപ്പം അത് ശരി, അത് ഓരോരുത്തര് എന്താ പറയാ, ചിലര് നല്ല ക്വാളിറ്റി ആയിട്ട് ജീവിച്ചു വന്നവരായിരിക്കും. അവരാണ് തെരുവ് തോറും നടന്നിട്ട് അവരുടെ ആ മാനോ അഭിമാനോ ഒന്നും അവര് നോക്കാതെ ഈ തെരുവുകൾ തോറും നടന്ന് ആൾക്കാർക്ക് ഇങ്ങനെ ലോട്ടറി കൊടുത്ത് ഓരോ സ്ഥലങ്ങളിൽ നടന്ന് അവർ കൊണ്ടുനടന്ന് വിൽക്കുന്ന ഈ പൊരി വെയിലത്ത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കും. അപ്പൊ മനുഷ്യരുടെ അവസ്ഥ, മനുഷ്യരെ ഇത്രയും ഈ കേരളത്തിലുള്ള ജനതയെ ഇത്രയും അധപ്പതനത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എന്ത് ചെയ്ത് ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായ അനുഭവങ്ങൾ, ഓരോ കാര്യങ്ങൾ, ഈ ബൂർഷകളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വിളിച്ചു പറയുമ്പോൾ അവരെന്താ ചെയ്യുന്ന, അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കി നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ അത് തിരുത്താനോ അല്ല അവർ ശ്രമിക്കുന്നത്. മറിച്ച് അവരെന്താണ് ചെയ്യുന്നത്, നമ്മുടെ ശത്രുക്കളെ അവർ ഹെൽപ്പ് ചെയ്യാൻ നോക്കും. നമ്മുടെ ശത്രുക്കളെ അവർ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മളെ മാനസികമായിട്ട് നമ്മളെ തകർക്കാൻ നോക്കും, അല്ലെങ്കിൽ നമ്മളെ എല്ലാ രീതിയിലും പാവങ്ങളെ തകർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. മനസ്സിലായി. അപ്പൊ ഇതെന്ന് പറയുന്ന ക്രൂവൽറ്റി ആണ്. ഇതൊരു, ഞാൻ പറയുന്ന ഒരു ചെകുത്താൻ പോലും, ഒരു സാത്താൻ പോലും ചെയ്യാത്ത ക്രൂവൽറ്റിയാണ് അവർ ചെയ്യുന്നത്. ഒരു എന്താ പറയാ, ഒരു രാക്ഷസന്മാര് പോലും ചെയ്യാത്ത ക്രൂവൽറ്റിയാണ് അവർ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം അത്രയും ക്രിമിനൽ മൈൻഡുള്ള, അത്രയും ക്രൂവൽറ്റി ഉള്ള ഒരു സർക്കാരാണോ നമ്മുടെ ഈ സമൂഹം, അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത്? അത്രയും ക്രൂവൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂവൽറ്റിയുടെ അങ്ങേ അറ്റമാണ്. സാഡിസം എന്ന് പറഞ്ഞാൽ സാഡിസത്തിന്റെ അങ്ങേ അറ്റമാണ് ഈ ഇങ്ങനെയുള്ള ദുഷ്ട ആൾക്കാർ അല്ലെങ്കിൽ ദുഷ്ട ജനങ്ങൾ കാണിക്കുന്നത് വെച്ചാൽ ക്രൂവൽറ്റി മാത്രമാണ്. ഞാൻ സപ്പോർട്ട് ചെയ്ത് ഒരു പാർട്ടീനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ കുറച്ച് ജനതകൾ നല്ലവരായിട്ടുള്ളവരുണ്ടെന്ന്, എല്ലാത്തിലും നല്ലവരും കൊള്ളാത്തവരും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ഞങ്ങളെ ദ്രോഹിച്ച് കുറച്ചു പേരുടെ കാര്യം അവിടെ പറഞ്ഞിട്ടില്ല, എല്ലാവരെയും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരെന്താ വെച്ചാൽ അവർ ആ സ്പോട്ടിൽ അവർ എനിക്കിട്ട് പണി തന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്കിട്ട് അവർ പണി തന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും എന്താ പറയാ, ഇത്രയും ക്രൂവൽറ്റി എന്ന് തന്നെ അതിന് എന്താണ് അതിന് ഇത് പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അത്രയും ക്രൂവൽറ്റിയാണ് നമ്മളോട് അത്രയും ദ്രോഹമാണ് അവർ ചെയ്യുന്നത്. ക്രൂവൽറ്റിയാണ്. ഇതിന് ഒരു മാപ്പും ഇല്ല. ഇതിന് നമുക്ക് ഒരു ദൈവങ്ങളും ഇവർക്ക് മാപ്പ് കൊടുക്കത്തില്ല. അതിപ്പോ ഏത് ദൈവം ആയാലും ശരി, പിശാചായാൽ പോലും ഇവർക്ക് മാപ്പ് കൊടുക്കില്ല. ഇവർക്ക് പിശാച് ഇവരെ കൊണ്ട് അത്രയും പടുകുഴിയിലായിരിക്കും ഇവരുടെ ഇതെന്ന് പറയുന്നത്. ഇവരൊരിക്കലും രക്ഷപ്പെടത്തില്ല.
ഇവർ ഇങ്ങനെ ദുഷ്ടര് മാത്രം കൂടെ നിന്നിട്ട് നല്ലത് പറയുന്നവരെയും നന്മ ചെയ്യുന്നവരെയും ഇവരിങ്ങനെ ദ്രോഹിക്കുമ്പോൾ ഇവരുടെ കൂടെ ഒരു ദൈവങ്ങളും നിൽക്കത്തില്ല. ഇവരെ പിശാച് പോലും ഇവരെ ശിക്ഷിക്കത്തേ ഉള്ളൂ. ഇവരുടെ കൂടെ നിൽക്കത്തില്ല, ആരും നിൽക്കത്തില്ല. കാരണം അത്രയും ക്രൂവൽറ്റിയാണ് അവർ ചെയ്യുന്നത്. അത്രയും ജനങ്ങളെ, സാധാരണക്കാരെയാണ് ഇത്രയേറെ അവർ ബുദ്ധിമുട്ടിക്കുന്നത്, ദ്രോഹിക്കുന്നത്. എന്നിട്ട് എൻ്റെ അമ്മ പോയി മണ്ണും വീടും എന്ന് പറഞ്ഞൊരു പദ്ധതിയിൽ കൊടുക്കാൻ പറഞ്ഞ് എൻ്റെ അമ്മ പോയി മണ്ണും വീടും എന്ന് പറഞ്ഞൊരു പദ്ധതിയിൽ കൊടുക്കാൻ ചെന്നപ്പോൾ എൻ്റെ അമ്മയോട് അവർ പറഞ്ഞു ഇപ്പൊ അവിടെ ഇതൊന്നും വീടിന്റെ ഒന്നും അനുവദിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവര് വേറെ ഒരുപാട് പേർക്ക് അതിന് മുന്നേ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് അത് മുമ്പേ കൊടുത്തു, അവരെ വീട് വെച്ച് അവിടെ കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? എന്നിട്ട് എൻ്റെ അമ്മ ചെന്ന് ചോദിച്ചപ്പോ ഞങ്ങൾക്ക് ഇതില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ എന്താ പറയാ ജനിച്ച അന്ന് തൊട്ട് ആ ഒരു പാർട്ടി ഏതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇപ്പോഴും അവര് പാർട്ടി മാറിയെന്ന് ചോദിച്ചാൽ അവര് അച്ഛൻ പറയാൻ ഞാൻ ഈ പാർട്ടി തന്നെയാണ് നിൽക്കുന്നത് പറയുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ട് കൂടി അവര് നമുക്ക് ആ വീടിന് വേണ്ടിയിട്ട് നമ്മൾ ചെന്ന് ചോദിച്ചിട്ട് നമുക്ക് വീടിന് വേണ്ടിയിട്ട് അവർ അനുവദിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, അത്രയും ക്രൂവൽറ്റിയാണ് നമ്മളോട് ചെയ്യുന്നത്, അത്രയും ക്രൂവൽറ്റിയാണ്, അത്രയും. എന്നിട്ട് ഞങ്ങളുടെ ശത്രുക്കൾക്ക് അവർ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ശത്രുക്കളുടെ കൂടെയാണ് അവർ നിൽക്കുന്നത്. ആ പരവൂരുള്ള ആൾക്കാര്, അല്ലെങ്കിൽ ആ മുനിസിപ്പാലിറ്റിയിലുള്ളവർ, അല്ലെങ്കിൽ ആ ഇതിലുള്ളവര്, ആ വിങ്ങിലുള്ള അത് ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. ഏത് വിങ്ങിലുള്ളവരാണ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അവര് ഇവരുടെ കൂടെ, ഞങ്ങളുടെ ശത്രുക്കളുടെ കൂടെയാണ് അവർ നിൽക്കുന്നത്. ഞങ്ങൾ ഇത്രയും പാവങ്ങളായിരുന്നിട്ട് ഞങ്ങൾ ഒരു സഹായം ചോദിച്ചു എന്നിട്ട് ഞങ്ങൾക്ക് അവർ ഒരു സഹായം ചെയ്തു തന്നിട്ടില്ല. ഞങ്ങൾ അവർക്ക് ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലാത്തവരാണ്. എൻ്റെ അച്ഛനെ ചതിച്ചാണ് അവര് വസ്തു പോലും വാങ്ങിച്ചവിടെ വീട് വെച്ച്. എന്നിട്ട് അങ്ങനെയുള്ളവരുടെ കൂടെയാണ് അവര് ഈ പാർട്ടിക്കാരൊക്കെ നിന്നിട്ട് നമ്മളെ ദ്രോഹിക്കുന്നത്. ഏത് പാർട്ടിക്കാരാണ് നിൽക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അത് ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും നിൽക്കുന്നത്, ചിലപ്പോൾ കോൺഗ്രസ് ആയിരിക്കും നിൽക്കുന്നത്, ചിലപ്പോൾ വേറെ BJP ആയിരിക്കും നിൽക്കുന്നത്. ആരാണ് നിൽക്കുന്നതെന്നൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ നമുക്ക് അത്രയും ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ആണെങ്കിലും ദ്രോഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെയും അതിന്റെ ഓരോരോ വിങ്ങുകളുണ്ട്. ഇപ്പം ഞാനിത് വന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ഞാനിത് പറഞ്ഞ എന്തിനാണ്, അവരും അത് മനസ്സിലാക്കിയിട്ട് തിരുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ അവരെന്താണ് ചെയ്തത്, നമ്മളെ കുറെ കൂടെ മാനസികമായിട്ട് പാവങ്ങളെ ദ്രോഹിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. മനസ്സിലായോ? അവര് അത്രയും ക്രൂവൽ മൈൻഡ് ആയിപ്പോയോ ഈ സമൂഹം, ഇത്രയും ക്രൂവൽറ്റി ആയിപ്പോയോ, ഈ ദുഷ്ടരുടെ കൂടെ നിൽക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ക്രൂവൽറ്റി ആയിപ്പോയി. സത്യങ്ങൾ വിളിച്ചു പറയുന്നവരുടെ കൂടെ, സാധാരണക്കാരുടെ കൂടെ, അല്ലെങ്കിൽ താഴെ കിടക്കുന്നവര് അവരെ ഉയർത്തിക്കൊണ്ട് വരാനാണോ ഇവര് ശ്രമിക്കേണ്ടത്? അല്ലാതെ ഇത് പറഞ്ഞ അവരുടെ ശത്രുക്കളുടെ കൂടെയാണ് അവർ നിൽക്കട്ടെ. എല്ലാ ജനതയും ഒരുപോലെ കാണണം, എല്ലാവരെയും ഒരേപോലെ കാണണം, എല്ലാവർക്കും ഒരേപോലെ നിയമ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കണം, എല്ലാവർക്കും ഒരേപോലെ എന്താ പറയാ സഹായങ്ങൾ ഉണ്ടാവണം എന്ന് പറയുന്ന ഒരു സമൂഹത്തില് ഓരോരുത്തർക്കും മാത്രം വേർതിരിവ് കാണിക്കുന്ന എന്തിനാണ് ഇവര്? പലർക്കും വേർതിരിവ് കാണിക്കുന്നത്. ഇവരുടെ കൂടെ പോയി കിടന്നു കൊടുക്കുന്നവർക്കും, ഇവരുടെ കൂടെ പോയി കോഴ കൊടുക്കുന്നവർക്കും, അല്ലെങ്കിൽ ഇവരുടെ കൂടെയുള്ളവർക്കും, ഇവരുടെ കൂടെ സഹകരിച്ച് നിൽക്കുന്നവർക്കും, ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നവർക്കും വേണ്ടി മാത്രമാണ് ഇവര് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. നിയമ സഹായങ്ങളായാലും എന്ത് സഹായങ്ങളായാലും ചെയ്തു കൊടുക്കുന്നത്. അല്ലാതെ ഉള്ളവർക്ക്, സാധാരണക്കാർക്ക് ഒന്നും ഇവർ യാതൊരു സഹായവും ചെയ്തു കൊടുക്കത്തുമില്ല. ഇവര് മാക്സിമം ദ്രോഹിക്കാൻ ശ്രമിക്കത്തുള്ളൂ. ഇത് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയത്തില്ല. ഇത് ഒരിക്കലും ഒരു ദൈവങ്ങളും ഇത് ക്ഷമിക്കത്തില്ല. ഇത് ക്ഷമിക്കാൻ കഴിയുന്ന കാര്യമല്ല. 100% ഇത് ക്ഷമിക്കാൻ കഴിയത്തില്ല. ഇത് എനിക്ക് സമൂഹത്തിലുള്ള എല്ലാവരോടും എനിക്കിത് വിളിച്ച് പറയണം. ഇത് ഞങ്ങളുടെ ശത്രുക്കളുടെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങളെ ഇത്രയും ദ്രോഹിക്കുന്ന അവർക്ക് ഒരിക്കലും മാപ്പില്ല. ഇത് മാപ്പ് ഞാൻ കൊടുക്കില്ല. മാപ്പ് കൊടുക്കാൻ ഒരു ദൈവങ്ങളും തയ്യാറാവത്തില്ല. ഇവർ കാണിക്കുന്നത് ക്രൂവൽറ്റിയാണ്. ഇവർ കാണിക്കുന്നത് അത്രയും വലിയ ക്രൂവൽറ്റിയാണ്. ഈ ക്രൂവൽറ്റിക്ക് കൂട്ടു നിൽക്കാൻ എനിക്ക് സാധിക്കത്തില്ല. നിങ്ങളും പ്രതികരിക്കണം. എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് പ്രതികരിക്കണം. നിങ്ങളെ കൊണ്ട് എത്രയൊക്കെ രീതിയിൽ ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ, നമ്മളെ പോലെയുള്ള പാവങ്ങളെ, നമ്മളെ പോലെയുള്ള നിഷ്കളങ്കരായിട്ടുള്ളവരെ, ഈ പാവപ്പെട്ടവരെ ഇത്രയധികം ക്രൂവലായിട്ട് ദ്രോഹിക്കുന്ന ഇവർക്കെതിരെ നിങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യണം. എന്തിനാണ് നമ്മൾ പ്രതികരിക്കുന്നത്? എന്തിനാണ് നമ്മൾ സമരം ചെയ്യുന്നത്? എന്തിനാണ് ഈ പാവങ്ങൾ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ അടുത്ത് പോയി സമരം ചെയ്യുന്നത്? അവരുടെ ഒരന്നത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അതെങ്കിലും മനസ്സിലാക്കിയിട്ട് അവർക്ക് അതിനുള്ള സഹായം ചെയ്തു കൊടുക്കണോ? അല്ലാതെ അവരുടെ ശത്രുക്കളെ പോയി രക്ഷിച്ച്, അല്ലെങ്കിൽ അവരുടെ ശത്രുക്കൾക്ക് വീണ്ടും നല്ലതുണ്ടാക്കി കൊടുത്തുകൊണ്ട്, ദുഷ്ടരായിട്ടുള്ളവർക്ക് നല്ലതുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന പാവങ്ങളെ വീണ്ടും ചവിട്ടി
തേക്കണോ, ദ്രോഹിക്കണോ? ഇതാണ് എന്റെ ചോദ്യം എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കൂ. അപ്പൊ പാവങ്ങൾക്ക്, നല്ലവരായിട്ടുള്ളവർക്ക് ഈ ലോകത്ത് ജീവിക്കണ്ടേ? ഞങ്ങൾ നല്ല മനുഷ്യർക്ക് ഈ ലോകത്ത് ജീവിക്കണ്ടേ? അവരുടെ അടുത്ത് പോയി തുണി അഴിച്ചു കൊടുക്കുന്നവർക്കും അവരുടെ കൂടെ നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ളവർക്കും അവരുടെ സ്വന്തക്കാർക്കും മാത്രമാണോ അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നത്? അതിനാണോ നമ്മുടെ ഈ സർക്കാർ ഇരിക്കുന്നത്? ഇതാണ് എന്റെ ചോദ്യം. ഇപ്പൊ ഇത് ഞാൻ പറയുമ്പോ ഇവര് വീണ്ടും എന്നോട് പ്രതികാരം ഉണ്ടാവത്തേ ഉള്ളൂ അവർക്ക്. എന്നിട്ട് ഇവര് വീണ്ടും എന്നെ മാക്സിമം ഞങ്ങളെ എത്രത്തോളം ദ്രോഹിക്കാൻ പറ്റുമോ അത്രത്തോളം ദ്രോഹിക്കാനേ ഇവര് ശ്രമിക്കുകയുള്ളൂ. പക്ഷെ ഈ ദുഷ്ടരെ ഉണ്ടല്ലോ, ഈ ദുഷ്ടരെ ആരോട് ക്ഷമിക്കത്തില്ല ഒരിക്കലും. ഒരു ദൈവങ്ങളോ ഒരു ദേവിയായാലും ശരി, ഭഗവാനായാലും ശരി, ആരായാലും ശരി, ഇങ്ങനെ ക്രൂരത ചെയ്യുന്നവരോട് ഒരിക്കലും ഒരു ദൈവങ്ങളെ ക്ഷമിക്കത്തില്ല. ഇതിനുള്ള തിരിച്ചടി തീർച്ചയായിട്ടും ഇവർക്ക് കിട്ടിയിരിക്കും. ആരാണോ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ഞങ്ങൾക്കെതിരെ ഇപ്പൊ ഈ രീതിയിൽ ഞങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ചെയ്തത്, അവർക്ക് തീർച്ചയായിട്ടും ഇതിനുള്ള ഈ തിരിച്ചടി കിട്ടിയിരിക്കും. ഇത് കിട്ടിയിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. ജീവൻ ഉണ്ടെങ്കിലല്ലേ, ഇപ്പൊ നമുക്കൊരു ജീവൻ ഉണ്ടെങ്കിലല്ലേ ഇവര് അതുകൊണ്ട് അഹങ്കരിക്കത്തുള്ളൂ. മരിച്ചു പോയി കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യും? മരണമാണ് ഏറ്റവും വലുത്. അത് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയൊക്കെ ദ്രോഹങ്ങൾ കൂടുമ്പോഴാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരുത്തർ ദ്രോഹിക്കുമ്പോഴാണ് ചിലർ മരണപ്പെടുന്നത്, ചില പ്രശ്നങ്ങൾ ഇതുണ്ടായി മരിക്കുന്നത് തന്നെ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ദ്രോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എത്രമാത്രം ദ്രോഹം ഈ പാവങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ അത്രമാത്രം ദ്രോഹങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പാവങ്ങളെ ഒരു വിധത്തിലും ഉയർന്നു കൊണ്ടുവരാൻ ഇവര് സമ്മതിക്കുന്നില്ല. എത്രമാത്രം ദ്രോഹം ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ക്രൂവൽറ്റി, അത്രമാത്രം ക്രൂരത ഇവർ ചെയ്യുന്നുണ്ട്. ഇവര് ചെയ്യുന്ന ക്രൂരതയ്ക്കുള്ള പ്രതിഫലം, അല്ലെങ്കിൽ ഇവര് ചെയ്യുന്ന ക്രൂരതയ്ക്കുള്ള ഈ ശിക്ഷ എന്നായാലും ഇവർ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. അത് അനുഭവിച്ചേ ഇവർ ഈ ഭൂമിയിൽ നിന്ന് പോകത്തുള്ളൂ. അതിൽ യാതൊരു മാറ്റവും ഇല്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഓരോ സ്ത്രീകളായാലും, ഓരോ അമ്മമാരായാലും, ചേച്ചിമാരായാലും, ആങ്ങളമാരായാലും, സഹോദരന്മാരായാലും, ആരായാലും എന്തിനു വേണ്ടിയിട്ടാണ് അവര് സമരങ്ങൾ ചെയ്യുന്നത്? അവരുടെ ദുഃഖങ്ങൾ പറയുന്നത്, അവരുടെ പ്രശ്നങ്ങൾ പറയുന്നത്, അവല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് വീട് വെക്കാനായാലും എന്തിനായാലും കൊണ്ടുവന്ന് കൊടുക്കുന്നത് അവരുടെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ്, പാവങ്ങളുടെ അവകാശങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷെ എന്നിട്ട് ഈ പാവങ്ങളെ അവർ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ പാവങ്ങളെ ദ്രോഹിച്ചവരുടെ ശത്രുക്കളുടെ കൂടെ ചേർന്നാണ് ഈ ജനങ്ങളായാലും ഇങ്ങനെയുള്ള പാർട്ടിക്കാരായാലും അവരുടെ കൂടെയാണ് നിൽക്കുന്നത്. ഇതൊരിക്കലും നന്നായിട്ടുള്ള കാര്യമല്ല. ഇതെന്ന് പറയുന്നത് അധർമ്മമാണ്. ഇതിന് തീർച്ചയായിട്ടും ഇതിനുള്ള തിരിച്ചടി കിട്ടുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഓം ശക്തി പരാശക്തി, ഹര ഹര മഹാദേവ, ഹരേ കൃഷ്ണ. ഇനി ആരൊക്കെയാ വന്നിട്ടില്ലെന്ന് നോക്കാട്ടോ. പ്രിജോ, കിട്ടു, അൻവിക, ടോപ്പർ, ആൽഫ, ഇത്രയും പേരാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ദുഷിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്താ പറയാ, ആരും നിൽക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ദുഷിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യാതിരിക്കുക. അവർക്ക് ഒരു പ്രൊട്ടക്ഷനും ഒരു കാര്യങ്ങളും നിങ്ങൾ കൊടുക്കാതിരിക്കുക. ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നവർക്ക് ശിക്ഷ തന്നെ കൊടുക്കണം. അത്രയും ദ്രോഹമാണ് ചെയ്യുന്നത്. ഓരോരുത്തരും അവരവരുടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് അവർ തിരിഞ്ഞു വരാനാണ് ശ്രമിക്കേണ്ടത്. പക്ഷെ ഇത് അങ്ങനെയല്ല ചെയ്യുന്നത്. എത്ര പാവങ്ങളെ ദ്രോഹിക്കാൻ കഴിയോ അത്രത്തോളം ദ്രോഹിക്കാൻ മാത്രമാണ് ഓരോരുത്തരും ശ്രമിക്കുന്നത്. അവർക്ക് തീർച്ചയായിട്ടും ദൈവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ യഥാർത്ഥ ശക്തികൾ, ആ ദൈവശക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ കിട്ടുന്നതായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു അവസരത്തിൽ മനസ്സൊരുക്കി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം അത്രയും സങ്കടമുണ്ട്. ഒത്തിരി പാവങ്ങളുടെ കണ്ണീര് കാണുന്നുണ്ട്. ഒത്തിരി ഈ സമൂഹത്തിൽ ഒത്തിരി വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്. ഒത്തിരി പേരുടെ കണ്ണുനീര് കാണുന്നുണ്ട്. ഒത്തിരി പേരുടെ പ്രാക്ക് ദോഷങ്ങളുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഒത്തിരി പേരുടെ ഇതുണ്ട്. അത്രയ്ക്കും ഈ പാവങ്ങളെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനുള്ള തിരിച്ചടി ഉണ്ടാവുന്നതാണ്. അതിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ ചെയ്യുന്ന ഈ ക്രൂവൽറ്റി എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ ക്രൂവൽ മൈൻഡ് എന്ന് പറയുന്നത്, ക്രൂവൽറ്റിക്ക് തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാവും. ഞാനൊരു കാര്യം പറയുമ്പോൾ അത് എന്റെ വായിൽ നിന്നത് കേട്ടിട്ട് അത് എന്തുകൊണ്ട് നമ്മളത് പറയുന്നു, അത് അവരുടെ തെറ്റ് തിരുത്തിയിട്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള തിരിച്ചടി ഉണ്ടാവും. അതിൽ യാതൊരു സംശയമില്ല. ഹര ഹര മഹാദേവ, ഓം ശക്തി പരാശക്തി, ഹരേ കൃഷ്ണ.